ഔപചാരികമായി മാത്രം ഒരു മീറ്റിംഗ് ആണ് നടക്കുന്നത്. പാവപ്പെട്ട ജനങ്ങൾക്ക് ദുരിതാശ്വാസത്തിന്റെ കൈത്താങ്ങായി നമ്മുടെ കിറ്റ് വിതരണം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട MP ശ്രീ ആന്റോ ആന്റണി. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട മുസ്ലിം കോളേജ് ചെയർമാൻ ഷെരീഫ് മുഹമ്മദ്, മറ്റ് പ്രിയപ്പെട്ട നേതാക്കന്മാരെ, എല്ലാവർക്കും ഈ മീറ്റിംഗിന്റെ ദൗത്യത്തെക്കുറിച്ച് അറിയാം. എല്ലാവരും വളരെ സന്തോഷത്തോടും അഭിമാനത്തോടു കൂടിയാണ് നമ്മുടെ MP ഈ പ്രവർത്തനം നോക്കിക്കാണുന്നത്. കോൺഗ്രസും UDF-ഉം ഈരാറ്റുപേട്ട നഗരസഭയും മറ്റ് സമീപ പഞ്ചായത്തുകളും മറ്റിതര സംഘടന രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ഈരാറ്റുപേട്ടയും സമീപ പ്രദേശം അനുഭവിച്ച അതിശക്തമായ കൂലംകുത്ത് ഒഴുകിയ വെള്ളത്തിൽ നഷ്ടപ്പെട്ട സ്വത്തും മറ്റൊക്കെ നഷ്ടപ്പെട്ട ഒട്ടേറെ ആളുകളുടെ വലിയ ചെറിയ സഹായങ്ങളാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ പരിപാടി സംഘടിപ്പിച്ച ബഹുമാനപ്പെട്ട MP-യെ പ്രത്യേകം അഭിനന്ദിക്കുകയും അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ MP-യുമായി ബന്ധപ്പെട്ട് ഈ കിറ്റ് ഇവിടെ തരുന്നതിനും പത്തനംതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലും വിവിധ പരിപാടികൾക്കായി നേതൃത്വം കൊടുത്ത മുസ്ലിം കോളേജിന്റെ ചെയർമാൻ ഷെരീഫ് മുഹമ്മദ് സാറിനെ പ്രത്യേകം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റ് നേതാക്കന്മാരെല്ലാവരും DC ജനറൽ സെക്രട്ടറി ജോമോനേക്കര, മുസ്ലിം ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട K മുഹമ്മദ് ഹാഷിം, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സതീഷ് കുമാർ, പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ, CPH നൌഷാദ്, റാസി ചെറിയവല്ലം, ശ്രീ അനസ്, പ്രിയപ്പെട്ട റോജി, ശ്രീ ടോയ് മാടപ്പള്ളി, ശ്രീ റോയി, CA ഖാദർ, ഹരി മണ്ണുമടം, ചാർലി, മറ്റ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, പ്രിയപ്പെട്ട ബഹുജന നേതാക്കന്മാർ, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. മറ്റു കാര്യങ്ങളെല്ലാം MP വിശദീകരിക്കും. ഈ കഴിഞ്ഞ പ്രളയം ഈരാറ്റുപേട്ടയും സമീപ പഞ്ചായത്തുകളെ സംബന്ധിച്ച് ഏറ്റവും വേദന നിർഭരമായി. ഈരാറ്റുപേട്ടയുടെ ചരിത്രത്തിൽ ഇത്രയും വലിയ ഒരു പ്രളയം ഉണ്ടായിട്ടില്ല. നൂറുകണക്കിന് ഭവനങ്ങളാണ് തകർന്നത്. നൂറുകണക്കിന് ആളുകൾക്കാണ് എല്ലാം നഷ്ടപ്പെട്ടത്. ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം വെള്ളം കയറി കോടിക്കണക്കിന് ഉറുപ്പികയുടെ നഷ്ടമാണ് ഉണ്ടായത്. തൊട്ടടുത്തുള്ള പൂഞ്ഞാർ തെക്കേക്കര, തീക്കോയി പഞ്ചായത്തുകളിലും ഉണ്ടായത്, കൂട്ടിക്കൽ പഞ്ചായത്തിലും ഉണ്ടായത് സമാനമായ ദുരന്തമാണ്. പൂഞ്ഞാറിലൊരു സാധാരണ ഇടത്തരം കുടുംബം അവർക്ക് വേണ്ടി നിർമ്മിച്ച ഒരു ഭവനം, ആ ഭവനം തന്നെ പൂർണ്ണമായി ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി. ആ വീട്ടിലുണ്ടായിരുന്ന അമ്മയും മകനും മരണമടഞ്ഞ സാഹചര്യമുണ്ടായി. ഈ പ്രദേശത്ത് പ്രളയവുമായി ബന്ധപ്പെട്ടുണ്ടായ ഏക മരണം ഈ 2 മരണമാണ്. അപ്പോൾ എല്ലാവരുടെയും സുമനസ്സുകളുടെ എല്ലാം ധാരാളമായ സഹായം ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പത്തനംതിട്ടയിൽ ഏറ്റവും കൂടുതൽ സഹായങ്ങൾ നൽകിയ 2 ഗ്രൂപ്പിൽ ഒന്ന് നമ്മുടെ ഷെരീഫ് മുഹമ്മദ് നേതൃത്വം കൊടുക്കുന്ന ഇൻഫോസിസ് ഇവരുടെ എഞ്ചിനീയറിംഗ് കോളേജുമായി ടൈപ്പിൽ പോകുന്ന സ്ഥാപനമാണ്. അപ്പോൾ ഇൻഫോസിസ് ആണ് ഈ കിറ്റുകളൊക്കെ കൊടുത്തയച്ചിരിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയ്ക്ക് വേണ്ടി നമ്മുടെ മുത്തൂറ്റ് ഫൈനാൻസും ബിലീവേഴ്സ് മെഡിക്കൽ കോളേജും ചേർന്ന് മുത്തൂറ്റ് 4500 കിറ്റും ബിലീവേഴ്സ് 500 കിറ്റും 5000 കിറ്റ് MP എന്ന നിലയിൽ എനിക്ക് നൽകാൻ കഴിയുകയുണ്ടായി. ആറന്മുള നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം 1800 കിറ്റ് ഈ ഇൻഫോസിസ് തന്നെ നേരിട്ട് അവിടെ കൊടുക്കുകയുണ്ടായി. മറ്റ് പ്രസ്ഥാനങ്ങളും ധാരാളമായി രംഗത്ത് വരുന്നുണ്ട്. ഏതാണ്ട് 8000-ഓളം ആളുകളാണ് പത്തനംതിട്ടയിൽ പ്രളയത്തിന് അഫക്റ്റഡായി മാറിയത്. അവർക്കെല്ലാവർക്കും കിറ്റ് എത്തിക്കാൻ ഇതുപോലുള്ള സംഘടനകളും വ്യക്തികളും ഒക്കെ നടത്തുന്ന വലിയ ശ്രമങ്ങൾ, അതിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഇവിടെ ഇപ്പോൾ ഇന്ന് 600 കിറ്റുകളാണ് ഈ ഈരാറ്റുപേട്ട സമീപ പഞ്ചായത്തുകളിലേക്കും, കൂടാതെ ഒരു 2000 കിറ്റുകൾ കൂടി നമ്മുടെ അപ്പർ കുട്ടനാട് മേഖലയിലും പിന്നെ മുണ്ടക്കയം, എരുമേലി, കുട്ടിക്കൽ വരുന്ന മേഖലയിലുമായിട്ട് തരാമെന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വന്ന കിറ്റ് ഇവിടെ വന്ന് ഈ അർഹതപ്പെട്ടവർക്കെല്ലാം ഇവിടെ കൂപ്പൺ കൊടുത്തിട്ടുണ്ട്. ആ കൂപ്പൺ ഉള്ളവർ ഇവിടെ വെച്ച് തന്നെ കിറ്റ് ഏറ്റുവാങ്ങുക. ബാക്കി പഞ്ചായത്തുകളിലെ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാരും വന്നിട്ടുണ്ട്. അവരാ ഓരോ വീടുകളിലും കിറ്റ് എത്തിച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, പഞ്ചായത്തിന്റെ വാഹനത്തിൽ തന്നെ. അത് പഞ്ചായത്ത് പ്രസിഡന്റുമാരും അവര് മെമ്പർമാരും കൂടി വന്ന് അവരുടെ പഞ്ചായത്തിലേക്കുള്ള അവരെ അങ്ങോട്ടേക്കുള്ളത് അവരെ ഏറ്റുവാങ്ങുക. അങ്ങനെയാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ നമ്മളെ സഹായിക്കാൻ കടന്നു വന്ന ഷെരീഫ് മുഹമ്മദിനെ ക്ഷണിക്കുക. ഈരാറ്റുപേട്ട പണ്ട് മുതലേ നമുക്കറിയാവുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങളുടെയൊക്കെ ഒരുപാട് ബന്ധുക്കളുണ്ട്. പലരും ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നറിയില്ല.
ഈ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ നമ്മുടെ പത്തനംതിട്ട മുസ്ലിയാർ കോളേജിലും ഞങ്ങളുടെ മറ്റ് തിരുവനന്തപുരവും കൊല്ലവും ഒക്കെയുള്ള കോളേജുകളിൽ പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. മുസ്ലിയാർ കോളേജിൻ്റെ ചെയർമാൻ അത് വേറെ, പക്ഷേ ഇത് രാജ്യസഭാ അധ്യക്ഷയും അതുപോലെ തന്നെ പത്മഭൂഷൺ ശ്രീമതി സുധാമൂർത്തി ചെയർമാനായിട്ടുള്ള ഇൻഫോസിസ് ഫൗണ്ടേഷൻ്റെ ഓൾ കേരള പ്രോജക്റ്റ് കോർഡിനേറ്റർ എന്നുള്ള നിലയിലാണ് ഞങ്ങൾക്ക് ഈ കിറ്റ് എനിക്ക് അയച്ചു തരുന്നത്. നേരത്തെയുള്ള ഫ്ലഡിനും 2018 എപ്പോൾ പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇൻഫോസിസ് ഫൗണ്ടേഷനെ കുറിച്ച് അറിയാമല്ലോ. കഴിഞ്ഞ വർഷം തന്നെ 560 കോടി രൂപയാണ് CSRൽ നമ്മൾ ഇന്ത്യ മുഴുവൻ ചെലവാക്കിയത്. അതിന് മുമ്പിലത്തെ വർഷം 486 കോടി രൂപയുടെ ധനസഹായമാണ് വിവിധ കാര്യങ്ങൾക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രളയ ദുരിത ഭാഗങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ 3-മത്തോ 4-മത്തോ പ്രോഗ്രാമാണ്. പത്തനംതിട്ടയാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പത്തനംതിട്ട കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് ആണ് ആദ്യം ധരിച്ചത്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ദീർഘകാലം എന്ന് പറഞ്ഞാൽ ചെറിയ കാലമല്ല, വളരെ വളരെ കാലമായിട്ട് സുഹൃത്തുക്കളും ഒക്കെയാണ് ഞങ്ങൾ. പിന്നെ ചെറിയ പാർട്ടി ബന്ധമൊക്കെ ഉണ്ട്. ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, ഡെപ്യൂട്ടി കമ്മീഷണറൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ ഇവിടെയും പിന്നെ അദ്ദേഹം പറഞ്ഞതും ഈ 2 മരണങ്ങൾ സംഭവിച്ചത് ഈരാറ്റുപേട്ടയിലാണ്. അതുപോലെ തന്നെ നാശനഷ്ടങ്ങളും കൂടുതൽ ഈരാറ്റുപേട്ട, അപ്പർ കുട്ടനാട് ഒക്കെ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര ദൂരെ ഞങ്ങളിവിടെ വന്ന് ഞങ്ങളുടെ ഒറിജിനൽ പ്ലാൻ നമ്മളിപ്പോൾ പത്തനംതിട്ട ഭാഗത്തുള്ള 1-2 ഏതോ 1-2 നമ്മൾ ക്യാൻസൽ ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം അതാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. കാരണം ഈരാറ്റുപേട്ടയെ സംബന്ധിച്ച് ഏതാണ്ട് 720 വീടുകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന 500ഓളം കുടുംബങ്ങളാണ് ഈരാറ്റുപേട്ടയിലുള്ളത്. ഏറ്റവും കൂടുതൽ ഈ സംഘടനകളെയൊക്കെ വളർത്തുന്ന വ്യാപാരികൾ 150ഓളം വ്യാപാരികൾ വെള്ളത്തിൻ്റെ അടിയിൽപ്പെട്ടു. അത് ഈരാറ്റുപേട്ടയെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമായി മാറിയിരിക്കുക. എന്തായാലും നിങ്ങളെപ്പോലെയുള്ള മനസ്സുകളുടെ സേവനം കൊണ്ടും അല്ലെങ്കിൽ വിവിധ സംഘടനകളടക്കം നമുക്ക് ഈരാറ്റുപേട്ടയിൽ ഏറ്റവും അനുഗ്രഹമായത് ഒരു മരണവും റിപ്പോർട്ട് ചെയ്തില്ല. അത് കാരണം കേരളത്തിൽ ഉടനീളം ഈരാറ്റുപേട്ടയിലുള്ള റെസ്ക്യൂ സംഘങ്ങളാണ് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ എത്തിപ്പെടാറുള്ളത്. എന്നാൽ ഈ സംഘങ്ങളൊക്കെ ഈരാറ്റുപേട്ടയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരു മരണവും ഇവിടെ ഉണ്ടായില്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഈ സഹായിക്കുന്ന ഈ നാടിനെ ചേർത്ത് പിടിക്കുന്ന അത് ബഹുമാനപ്പെട്ട MPയെയും പ്രിയങ്കരനായ ഷെരീഫ് മുഹമ്മദ് സാഹിബിനെയും ഒക്കെ അഭിനന്ദിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.